ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ മല്ലിയില കൊണ്ട് ഒരു റൈസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി പാനിലേക്ക് കുറച്ച് മസാല, ഗരം മസാല സാധാരണ ഇടുന്ന ഒരു കറുവാപ്പട്ട, 2 കഷ്ണം ഏലക്കായ, 2 കഷ്ണം ഗ്രാമ്പും, വാഴനല്ലയും, തക്കോലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ൻ്റെ താഴെ കണ്ട് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 ചുവന്നുള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളിയാണ്. നമ്മൾ സവാള ഇതിൽ ചേർക്കുന്നില്ല. ചെറിയ ഉള്ളി വട്ടന അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചില്ലി പരിവാകുമ്പോൾ നമ്മളതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നല്ല പൊടി പൊടിയായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ആ ഉള്ളികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പച്ചപ്പട്ടാണി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചപ്പട്ടാണി. മട്ടറില്ലേ, അത് മേടിക്കാൻ കിട്ടുന്നത്, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വേവുന്ന കാരണം ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ചേർക്കേണ്ടത്. നമ്മളിതിലേക്ക് മുളക് പൊടി തീരെ ചേർക്കുന്നില്ല കേട്ടോ. ഇനി അത് അടച്ചു വയ്ക്കുക. വേവിക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നേരം കൊണ്ട് മിക്സി ജാറിലേക്ക് ഒരു കെട്ട് മല്ലിയില മുഴുവനായിട്ട് എടുത്തിട്ട്, ഒരു വലിയ കെട്ട് മല്ലിയില വേണം കേട്ടോ. 1 കപ്പ് അരിക്ക് ഇത്രയും ആവശ്യമുണ്ട്. അത് മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. മുഴുവനോടെ ഇപ്പോൾ അരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പകുതി അളവിലെടുത്തിട്ട് 2 ട്രിപ്പായിട്ടാണ് അരച്ചത്. അതിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം 1 ഇഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. 2 അല്ലി വെളുത്തുള്ളി മാത്രം മതി. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, ഇത് അധികം എരിവില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് ഇത്തിരി മുന്നിൽ നിന്നോട്ടെ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒപ്പം തന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുക്കാം. ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും. പിന്നെ ഇത് അരയാൻ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ നേരം കൊണ്ട് നമ്മുടെ പച്ചപ്പട്ടാണിയ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ, പെട്ടെന്ന് വേവും. അപ്പോൾ അത് ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മുഴുവനായിട്ടുള്ള അരപ്പ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചിറ്റിച്ചിട്ട് അരപ്പ് മുഴുവനായിട്ട് മിക്സി ജാറിലത്തെ ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അത്രയും വേണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ കളറ് മാറും. അപ്പോൾ ഇതിൻ്റെ കളറ് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഒരു 2 തിള മാത്രം തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്തിട്ട് മിക്സ് ആക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ മല്ലിയിലടിയും പച്ചമുളകിൻ്റെ ഒക്കെ അത് അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു 2 തിള മാത്രം തിളപ്പിച്ച് എടുത്താൽ മതി. ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 കപ്പ് ബസ്മതി അരി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു ടേസ്റ്റുള്ളൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.